Hello everyone, welcome back to our channel, Let's Chat. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡേഞ്ചേഴ്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എക്സെപ്റ്റ് ഫ്രം കാൾ സേഗൻസ് കോസ്മോസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. The excerpt given in this chapter is taken from the 4th chapter of Carl Sagan's most famous work, Cosmos, titled Heaven and Hell. അപ്പോൾ കോൾ സേഗൻ്റെ കോസ്മോസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിലത്തെ 4ാമത്തെ ചാപ്റ്ററാണ് നമുക്കിപ്പോൾ പഠിക്കാനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. The book is a fine blend of science and philosophy, written in a style charged with a poetic energy. In the concluding part of the 4th chapter, Sagan discusses how both natural and human activities have shaped and will continue to shape the Earth's environment. അപ്പോൾ എർത്തിൻ്റെ എൻവയൺമെൻറ്റിൻ്റെ ആ ഒരു ഷേപ്പിംഗ് അല്ലെങ്കിൽ വരുന്ന ചേഞ്ചസിൽ എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അതേപോലെ തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒക്കെ ഭാഗമാവുന്നത്, അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് എങ്ങനെയൊക്കെയാണ് ഭൂമിയുടെ എൻവയൺമെൻറ്റ് ചേഞ്ചസ് സംഭവിക്കുന്നത് എന്നൊക്കെ ഇതിനകത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ആസ് ദ സ്വിങ്സ് in Egypt, built over 5,500 years ago, has been worn down by natural weathering processes such as sandblasting and rain. അപ്പോൾ ഇതിനകത്ത് പറയുന്ന അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് സ്വിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വിങ്സ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് എന്തായാലും ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, അതിൻ്റെ ഇമേജസ് നോക്കുക. സ്വിങ്സ് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഒരു ഈജിപ്ഷ്യൻ മിത്തോളജിയിലുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഡ്രാമാസിലും ലിറ്ററേച്ചറിലുള്ള ഒരുപാട് വർക്ക്സിലൊക്കെ സ്വിങ്സ് എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു ലിറ്ററേച്ചറിലുള്ളൊരു കഥാപാത്രമാണ്, ഈജിപ്ഷ്യൻ മിത്തോളജിയിലുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാച്യുവിനെയാണ് ഇവിടെ സ്വിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു 5500 വർഷങ്ങൾക്ക് മുന്നേ ബിൽഡ് ചെയ്തതാണ്. അപ്പോൾ അത് ഒരുപാട് വെതറിങ് പ്രോസസ്സുകൾ സംഭവിച്ചിട്ട് ഒരുപാട് എന്താ പറയുക നമ്മുടെ മണൽക്കാറ്റ് പോലത്തെ കാര്യങ്ങളും അതേപോലെ മഴയും അങ്ങനത്തെ അവിടുത്തെ ക്ലൈമറ്റിൻ്റെ വ്യത്യാസങ്ങൾ കാരണം ഒരുപാട് ഘർഷണവും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് അതിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോയിട്ടുണ്ട് എന്നതിനകത്ത് പറയുന്നുണ്ട്. ക്ലിയർ ആ ഒരു വേർഡ് ഓർത്ത് വെക്കണേ, സ്വിങ്സിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേരെന്തായാലും ഓർത്ത് വെക്കണം. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ള കാര്യമാണ്. ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് ക്ലിയോപാട്രാസ് നീഡിലാണ്. എന്താണ് ക്ലിയോപാട്രാസ് നീഡിൽ? ആൻ ആൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ ഒബിലിസ്ക് ഇൻ ന്യൂയോർക്ക് സിറ്റി. അപ്പോൾ ഓൾറെഡി ഇത് ഈജിപ്തിൽ ഉണ്ടായിരുന്ന സ്മാരകമാണ്. അത് എന്താ പറയുക അവിടെ ന്യൂയോർക്കിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് രണ്ടാമത് പറയാനുള്ള എക്സാമ്പിൾ. ഹാസ് ബീൻ ഡാമേജ്ഡ് ബൈ പൊല്യൂഷൻ. ഇതും ഈ പറഞ്ഞതുപോലെ പൊല്യൂഷൻ കാരണം ഡാമേജ് ആകപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു സാഗൻ, ലാൻഡ്സ്കേപ്സ് ആർ ഷേപ്ഡ് ബൈ ബോത്ത് ഗ്രാജുവൽ ഇറോഷൻ ആൻഡ് സഡൻ കറ്റാസ്ട്രോഫീസ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ലാൻഡ്സ്കേപ്പുകളൊക്കെ ഷേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള എങ്ങനെയാണ്? പലതരത്തിലുള്ള ഒന്നെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചിട്ടാവാം, അല്ലെങ്കിൽ ഗ്രാജുവൽ ആയിട്ടുള്ള ഇറോഷൻസ് സംഭവിച്ചിട്ടായിരിക്കാം. ആൻഡ് ഹി ഡ്രോസ് കമ്പാരിസൺസ് ബിറ്റ്വീൻ എർത്ത്സ് എൻവയറമെൻ്റൽ പ്രോസസ്സസ് ആൻഡ് ദോസ് ഓൺ അതർ പ്ലാനറ്റ്സ് ആൻഡ് മൂൺസ്. അതേപോലെ തന്നെ എർത്തിലെ പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളും മാറ്റങ്ങളും ഒക്കെ മറ്റുള്ള ഗ്രഹങ്ങളുമായിട്ടും കമ്പയർ ചെയ്യുക കൂടി അദ്ദേഹം ഈ ഒരു വാക്കിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ദ സ്വിങ്സ്, ഹാഫ് ഹ്യൂമൻ ഹാഫ് ലയൺ വാസ് കൺസ്ട്രക്റ്റഡ് മോർ ദാൻ 5,500 years ago. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് സ്വിങ്സ് എന്നുള്ളത്. അപ്പോൾ സ്വിങ്സിൻ്റെ ഷേപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഹാഫ് ഹ്യൂമൻ ആൻഡ് ഹാഫ് ലയൺ ആണ്. അതായത് ബോഡി ലയണിൻ്റെ പോലത്തെയാണ്, ഫേസ് അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത് ഹ്യൂമൻ്റെ ഫേസ് ആണ്. അപ്പോൾ അതൊരു 5500 വർഷങ്ങൾക്ക് മുന്നേ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ്. Its face was once crisp and cleanly rendered. അപ്പോൾ ആദ്യം അത് ഉണ്ടാക്കിയ സമയത്ത് വളരെ ക്രിസ്പായിട്ട് വളരെ എന്താ പറയുക നല്ല ഷേപ്പിലായിരുന്നു. അതിൻ്റെ കണ്ണ് മൂക്ക് കാര്യങ്ങളൊക്കെ നല്ല ഷേപ്പിലായിരുന്നു, നല്ല വടിവത്ത ശരീരപ്രകൃതിയിലായിരുന്നു അത് കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. It is now softened and blurred by thousands of years of Egyptian desert sandblasting and by occasional rains. പക്ഷെ അതിപ്പോൾ എന്ത് സംഭവിച്ചിരിക്കണമെന്നാണ് പറയുന്നത്? പലതരത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഇപ്പോൾ അവിടെ എന്തായിട്ട് മാറിയിട്ടുണ്ട്? അതിൻ്റെ മുഖത്തിൽ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഇല്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ ഗൂഗിളിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കാണാം, അതിൻ്റെ മൂക്കൊക്കെ ഒരു സൈഡ് ഒരു പീസ് പോയിരിക്കണ പോലെ ആ ഒരു ഷേപ്പ് നഷ്ടപ്പെട്ടിരിക്കണതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. In New York City, there is an obelisk called Cleopatra's Needle. അതേപോലെ ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു എന്താ പറയുക സ്മാരകം ആയിട്ട് ക്ലിയോപാട്രാസ് നീഡിൽ എന്ന് പറയുന്ന ഒരു സ്മാരകമുണ്ട്. അപ്പോൾ അതിൻ്റെ നീഡിൽ എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് മേലത്തെ ഭാഗം ഒന്ന് കൂർത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൂർപ്പ് വെച്ചിട്ടാണ് അതിന് നീഡിൽ എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളത് കേട്ടോ. which came from Egypt. In only about 100 years in that city's central park, its inscriptions have been almost totally obliterated. അപ്പോൾ ഓൾറെഡി അതിൻ്റെ മേലെ കുറച്ച് എഴുത്തുകളും എന്താ പറയുക
സൈൻസും കാര്യങ്ങളും സിമ്പിൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായി മാറിയിട്ടുണ്ട്, മാഞ്ഞു പോയിട്ടുണ്ട്. ബിക്കോസ് ഓഫ് സ്മോഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ. സ്മോഗ് കാരണം അല്ലെങ്കിൽ എന്താ പറയുക ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പൊല്യൂഷൻസ് കാരണമൊക്കെയാണ് അതിലുള്ള എഴുത്തുകളും വരകളും കാര്യങ്ങളൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ കെമിക്കൽ ഇറോഷൻ ലൈക്ക് ദാറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് വീനസ്. വീനസിലത്തെ നമ്മളൊരു എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് പറയാൻ ഇതുപോലെ ഒരുപാട് കെമിക്കൽ ഇറോഷൻസ് എവിടെയും സംഭവിക്കുന്നുണ്ട്, വീനസിൻ്റെ അറ്റ്മോസ്ഫിയറിലും സംഭവിക്കുന്നുണ്ട്. Erosion on Earth slowly wipes out information, but because they are gradual, the patter of a raindrop, the sting of a sand grain, those processes can be missed. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല മാറ്റങ്ങളും വളരെ ഗ്രാജുവലായിട്ട് നടക്കുന്നതാണ്. അതായത് പെട്ടെന്ന് നമ്മളൊരു ദിവസം നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ഇങ്ങോട്ട് കണ്ടോളണമെന്നില്ല, അതായത് എങ്ങനെയാണ് ആ മാറ്റം വന്നത് എന്നുള്ളത്. കാലക്രമേണ കുറച്ചു കാലം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇങ്ങനൊരു ഭാഗം ഇതിന്ന് പോയിട്ടുണ്ട് അല്ലേ. അതായത് പെട്ടെന്ന് നമ്മൾ വീണ് പോവുമല്ല, കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇല്ലാണ്ടായിട്ട് പോകുന്ന കാര്യങ്ങളാണ് പലതും സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, സ്ഥിരമായിട്ട് മഴവെള്ളം വീണിട്ട് അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അതോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ സാൻഡ് ഗ്രെയിൻസ് ഒരു മണൽത്തരി ഇരുന്നിട്ടോ അല്ലെങ്കിൽ മണൽത്തരി ഇങ്ങനെ ഉരസി പോയിട്ടോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ അതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിഞ്ഞോളണമെന്നില്ല. Big structures such as mountain ranges survive tens of millions of years. വലിയ മൗണ്ടെയിൻസ് ഒക്കെ ആണെങ്കിൽ അത് ടെൻസ് ഓഫ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എന്ത് ചെയ്യും, തരണം ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നിലനിന്നു എന്ന് വരും. സ്മോളർ ഇമ്പാക്ട് ക്രേറ്റേഴ്സ്, കുറച്ചും കൂടി ചെറിയ ക്രേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും പെർഹാപ്സ് 100,000 ഒരു 100,000 ഇയേഴ്സ് ആയിരിക്കും അത് നിലനിന്നു എന്ന് വരുള്ളൂ. ആൻഡ് ലാർജ് സ്കെയിൽ ഹ്യൂമൻ ആർട്ടിഫാക്ട്സ്, അതേസമയം മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൺലി സം തൗസൻഡ്സ്, കുറച്ച് 1000 വർഷങ്ങൾ മാത്രമേ അതിന് മാക്സിമം നിലനിൽക്കാൻ പറ്റിക്കൊള്ളുന്നുള്ളൂ. ഇൻ അഡീഷൻ ടു സച്ച് സ്ലോ ആൻഡ് യൂണിഫോം ഇറോഷൻ, ഡിസ്ട്രക്ഷൻ ഓൾസോ occurs through catastrophes large and small. അപ്പോൾ ഇത്തരത്തിൽ പ്രകൃതിദത്തമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പ്രകൃതിയിലെ പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം കാരണമുള്ള മാറ്റങ്ങൾ കൂടാതെ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കുന്നുണ്ട്. മനഃപൂർവ്വം വരുത്തിയിട്ടുള്ള നാശനഷ്ടങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ കാരണം വന്നിട്ടുള്ളത്, അങ്ങനെ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദ സ്വിങ്സ് ഇസ് മിസ്സിംഗ് എ നോസ്. നമ്മുടെ സ്വിങ്സിന് ഇപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരു നോസിൻ്റെ ഒരു ഭാഗം നഷ്ടമായി പോയിട്ടുണ്ട്. Someone shot it off in a moment of the idle desecration. Some say it was Mameluke Turks, others Napoleonic soldiers. അപ്പോൾ ചിലർ പറയുന്നത് ഒരു എന്താ പറയുക കലാപത്തിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ആ ഒരു ടർക്സോ അല്ലെങ്കിൽ നെപ്പോളിയോണിക് സോൾജേഴ്സോ അങ്ങനെ ആരുടെയോ കയ്യിൽ നിന്നും ഈ പറഞ്ഞ പോലെ ഷോട്ട് ചെയ്തിട്ട് തോക്കുന്ന വെടി കൊണ്ടിട്ട് ആ ഒരു നോസ് നഷ്ടപ്പെട്ടതാണ് എന്നുള്ളൊരു അഭിപ്രായവും ഉണ്ട്. On Venus, on Earth, and elsewhere in the solar system, there is evidence for catastrophic destruction, tempered or overwhelmed by slower, more uniform process. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ പറയുക ഒരുപാട് വേറെ ഏത് ഗ്രഹങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ വീനസ് ആയിക്കോട്ടെ എർത്ത് ആയിക്കോട്ടെ അങ്ങനെ എവിടെയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കറ്റാസ്ട്രോഫിക് ഡിസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ദുരന്തങ്ങൾ വഴി പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിനും കാര്യങ്ങൾക്കും അവിടുത്തെ എന്താ പറയുക മലകൾക്കും കാര്യങ്ങൾക്കും പർവ്വതങ്ങൾക്കും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓൺ എർത്ത് നമ്മൾ എർത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ റെയിൻഫോൾ കോസിങ് ഇൻ ടു റിവിലറ്റ്സ്, സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് ഓഫ് റണ്ണിങ് വാട്ടർ. ഇപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിവേഴ്സിൻ്റെ കേസാണ്. ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ട് എങ്ങനെയാണ് റിവേഴ്സ് ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ എർത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെയിൻഫോൾ കാരണമാണ് എന്തുണ്ടാവുന്നത്, ചെറിയ അരുവികളായിട്ട് അങ്ങനെ അത് നദികളായിട്ട് രൂപാന്തരപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും. ക്രിയേറ്റിംഗ് ഹ്യൂജ് അലൂവിയൽ ബേസിൻസ്, പിന്നെ അങ്ങനെ വലുതായിട്ടുള്ള ബേസിൻസിൻ്റെ സ്ട്രക്ചറിലേക്ക് മാറുന്ന പലതരത്തിലുള്ള സംഭവങ്ങളായിട്ട് മാറുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഓൺ മാർസ്, ഈ റിവേഴ്സിൻ്റെ കേസിൻ്റെ കേട്ടോ പറയണത്, ഓൺ മാർസിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ദ റെമിനൻസ് ഓഫ് ആൻഷ്യന്റ് റിവേഴ്സ് പെർഹാപ്സ് അറൈസിംഗ് ഫ്രം ബിനീത്ത് ദ ഗ്രൗണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാർസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും റിവേഴ്സൊക്കെ വന്നിട്ടുള്ളതിൻ്റെ എന്താ പറയുക ബിനീത്ത് ഗ്രൗണ്ടിൻ്റെ അടിയിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള രീതിക്ക് റിവേഴ്സ് ഒഴുകിയതായിട്ടുള്ളതിൻ്റെ പലതരത്തിലുള്ള അവശേഷിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ഇയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂൺ ഓഫ് ജൂപ്പിറ്ററിൻ്റെ മൂണാണ്. അവിടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്, വാട്ട് സീം ടു ബി ബ്രോഡ് ചാനൽസ് മെയ്ഡ് ബൈ ഫ്ലോയിങ് ലിക്വിഡ് സൾഫർ. അവിടുത്തെ എന്താ പറയുക ചാനൽസ് ആയിട്ട് നദികളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലിക്വിഡ് സൾഫർ ഒഴുകിപ്പോയിട്ടുള്ള ഏരിയനെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, മാർസിൻ്റെ കേസ് പറഞ്ഞു, അതേപോലെ തന്നെ ജൂപ്പിറ്ററിൻ്റെ മൂണായിട്ടുള്ള ഇയോടെ കേസ് പറഞ്ഞു, എർത്തിൻ്റെ കേസ് പറഞ്ഞു. അവിടുത്തെ ഒക്കെയും റിവേഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി പറയാൻ പോകുന്നത് വെതർ സിസ്റ്റത്തിനെ കുറിച്ചാണ്.
There are mighty weather systems on the earth. എർത്തിൽ ഒരുപാട് വെതർ സിസ്റ്റംസ് ഉണ്ട്. ആൻഡ് ഇൻ ദ ഹൈ അറ്റ്മോസ്ഫിയർ ഓഫ് വീനസ് ആൻഡ് ഓൺ ജുപ്പിറ്റർ. മാത്രമല്ല വീനസിലും ജുപ്പിറ്ററിലും ഒക്കെ അത്തരത്തിലുള്ള അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വെതർ റിലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. There are sandstorms on the earth and on Mars. എർത്തിലായാലും മാർസിലായാലും മണൽക്കാറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ലൈറ്റ്നിങ് ഓൺ ജുപ്പിറ്റർ ആൻഡ് വീനസ് ആൻഡ് എർത്ത്. ജുപ്പിറ്ററിലും വീനസിലും എർത്തിലും എന്തുണ്ട്? ലൈറ്റ്നിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വോൾക്കാനോസ് ഇൻജെക്ട് ഡെബ്രിസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദി എർത്ത് ആൻഡ് ഇയോ. എർത്തിലും ഇയോയിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? വോൾക്കാനോസിന്റെ ഇറപ്ഷൻസും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളിലും സിമിലാരിറ്റി ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്റേണൽ ഇനി അടുത്ത പോയിന്റ് നമ്മൾ റിവേഴ്സിനെ കുറിച്ച് സംസാരിച്ചു. പിന്നെന്താ പറഞ്ഞാൽ വെതർ സിസ്റ്റംസിനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ ഇന്റേണൽ ജിയോളജിക്കൽ പ്രോസസ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ജിയോളജിക്കൽ പ്രോസസ്സുകൾ ഭൂമിയുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന വ്യതിയാനങ്ങൾ. Internal geological processes slowly deform the surfaces of Venus, Mars, Ganymede and Europa as well as Earth. അപ്പോൾ ഇത്തരത്തിലുള്ള ചേഞ്ചസ് കാരണം ഈ പറഞ്ഞ പോലെ വീനസിലും മാർസിലും ഒക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? എർത്തിലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഗ്ലേഷ്യേഴ്സിന്റെ കാര്യമാണ്. ഗ്ലേഷ്യേഴ്സ് പ്രോബബിൾ ഫോർ ദെയർ സ്ലോനെസ് പ്രൊഡ്യൂസ് മേജർ റിവോക്കിംഗ് ഓഫ് ലാൻഡ്സ്കേപ്സ് ഓൺ ദ എർത്ത് ആൻഡ് പ്രോബബ്ലി ഓൾസോ ഓൺ മാർസ്. അപ്പോൾ ഗ്ലേഷ്യേഴ്സ് നമുക്ക് എവിടെ കാണാൻ സാധിക്കും? എർത്തിലും അതേപോലെ മാർസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുമ്പോൾ മഞ്ഞ് റിലേറ്റഡ് ഇങ്ങനെ എന്താ പറയുക കൂനയായിട്ട് അല്ലെങ്കിൽ എന്താ മഞ്ഞ് മല പോലത്തെ സംഭവത്തിന് നമ്മൾ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയും, ഹിമാനി എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ അതിന് നമ്മൾ ഗ്ലേഷ്യേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദീസ് പ്രോസസ്സസ് നീഡ് നോട്ട് ബി കോൺസ്റ്റന്റ് ഇൻ ടൈം. അപ്പോൾ ഇത് ഗ്ലേഷ്യേഴ്സ് ഉരുകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ കട്ടിയാവുന്നത് ഇതൊന്നും കറക്റ്റായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റന്റ് ആയിട്ട് എല്ലാ കാലത്തും ഒരുപോലെ നടക്കുന്നതല്ല. അത് അറ്റ്മോസ്ഫിയറിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മോസ്റ്റ് ഓഫ് യൂറോപ്പ് വാസ് വൺസ് കവേർഡ് വിത്ത് ഐസ്. അപ്പം അദ്ദേഹം പറഞ്ഞു യൂറോപ്പിൻ്റെ ഭൂരിഭാഗം സ്ഥലവും ഒരു കാലത്ത് ഐസിൽ കവേർഡ് ആയിരുന്നു. എ ഫ്യൂ മില്യൺ ഇയേഴ്സ് എഗോ ദ പ്രസന്റ് സൈറ്റ് ഓഫ് ദ സിറ്റി ഓഫ് ചിക്കാഗോ വാസ് ബറീഡ് അണ്ടർ 3 kilometers ഓഫ് ഫ്രോസ്റ്റ്. അപ്പോൾ കുറച്ച് മില്യൺ ഇയേഴ്സ് മുൻപ് വരെ ചിക്കാഗോയുടെ ആ മെയിൻ സ്ഥലങ്ങൾ സിറ്റികളും കാര്യങ്ങളൊക്കെ 3 കിലോമീറ്ററോളം മഞ്ഞ് മൂടിയിട്ട് കിടന്നിരുന്ന പ്രദേശങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ മനുഷ്യയുഗമായിട്ട് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ഓൺ മാർസ് and elsewhere in the solar system, we see features that could not be produced today. അപ്പം നമ്മൾ മാർസ് ആണെന്നുണ്ടെങ്കിൽ വേറെ എർത്ത് ആണെന്നുണ്ടെങ്കിൽ എവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഇനി ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഫീച്ചേഴ്സാണ് അവിടെ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളത്. ലാൻഡ്സ്കേപ്സ് കാർഡ് ഹൺഡ്രഡ്സ് ഓഫ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ വെൻ ദ പ്ലാനറ്ററി ക്ലൈമറ്റ് വാസ് പ്രോബബ്ലി വെരി ഡിഫറെൻറ്റ്. കാരണം അതൊക്കെ അന്ന് ബിൽഡ് ചെയ്തെടുത്തിരുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടം അത്രയും എന്താ പറയുക മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്കാണ് അതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ അല്ലെങ്കിൽ അത്രയും വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു കാലാവസ്ഥയോ അല്ലെങ്കിൽ സിറ്റുവേഷനോ ഒന്നും നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിലില്ല, ഇനിയിട്ട് ഉണ്ടാവാനും പോണില്ല. There is an additional factor that can alter the landscape and the climate of Earth. അപ്പം നമ്മൾ റിവേഴ്സിനെ കുറിച്ചും ഗ്ലേഷ്യേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഇൻ്റലിജൻറ്റ് ലൈഫിനെ കുറിച്ചാണ്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫിനെ നമ്മുടെ ഇടപെടലുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഏബിൾ ടു മേക്ക് മേജർ എൻവയൺമെൻറ്റ് ചേഞ്ചസ്. അത് നമ്മുടെ ഇൻ്റലിജൻറ്റ് ലൈഫ്, നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ എന്താ പറയുക ജീവിത രീതികൾ, നമ്മുടെ ഇടപെടലുകൾ കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? എൻവയൺമെൻറ്റ് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് പറയുന്നത് ലൈക്ക് വീനസ് ദ എർത്ത് ഓൾസോ ഹാസ് എ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അതിന് എക്സാമ്പിളായിട്ട് ഫസ്റ്റ് പറയുന്ന പോയിന്റാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അപ്പോൾ വീനസിലെ പോലെ തന്നെ എർത്തിലും എന്തുണ്ട്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ട്. ഡ്യൂ ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെ നമ്മൾ സ്കൂളിൽ കേട്ടിട്ടുള്ള ടേംസ് തന്നെയാണ് അല്ലേ. ഡ്യൂ ടു ഇറ്റ്സ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ. കാർബൺ ഡയോക്സൈഡും വാട്ടർ വേപ്പറിൻ്റെ പ്രസൻസ് കൊണ്ട് നമുക്ക് എർത്തിലും വീനസിലും ഒരുപോലെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. ദ ഗ്ലോബൽ ടെമ്പറേച്ചർ ഓഫ് ദി എർത്ത് വുഡ് ബി ബിലോ ദി ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇഫ് നോട്ട് ഫോർ ദി ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അപ്പോൾ നമുക്ക് എർത്തിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ എർത്തിൻ്റെ ആ ഒരു ക്ലൈമറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ് വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റിനേക്കാൾ താഴെയായിരിക്കും. അതായത് ഐസ് ആകുന്ന ആ ഒരു ടെമ്പറേച്ചർ ആയിരിക്കും നമ്മുടെ എർത്തിൽ ഫുൾ ഉണ്ടാവേണ്ടിയിരുന്നത് എന്തില്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ. ഇറ്റ് കീപ്സ് ദ ഓഷ്യൻസ് ലിക്വിഡ് ആൻഡ് ലൈഫ് പോസിബിൾ. അപ്പോൾ ആ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഓഷ്യൻസിനെ കട്ട പിടിക്കാതെ ലിക്വിഡാക്കി നിർത്തുന്നതും അതേപോലെ തന്നെ നമ്മുടെ ജീവിതം സാധ്യമാക്കുന്നതും. എ ലിറ്റിൽ ഗ്രീൻ ഹൗസ് ഇസ് എ ഗുഡ് തിങ്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ആണെങ്കിലും കുറച്ചൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആവശ്യത്തിനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ലൈക്ക് വീനസ് ദ എർത്ത് ഓൾസോ ഹാസ് അബൌട്ട് 90 atmospheres ഓഫ് കാർബൺ ഡയോക്സൈഡ്. വീനസിനെ പോലെ എർത്തിൽ എന്തുണ്ടെന്ന് പറയുന്നത് 90 atmospheres എന്നാ പറയുന്നത് കാർബൺ ഡയോക്സൈഡിൻ്റെ. ബട്ട് ഇറ്റ് റിസൈഡ്സ് ഇൻ ദ ക്രസ്റ്റ് ആസ് ലൈം സ്റ്റോൺ ആൻഡ് അതർ കാർബണേറ്റ്സ്. പക്ഷെ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എവിടെയാണ്? ലൈം സ്റ്റോണിൻ്റെ രൂപത്തിൽ അതിൻ്റെ ക്രസ്റ്റിലാണ് നമ്മൾ സൂക്ഷിച്ചിട്ടുള്ളത് ഈ കാർബൺ ഡയോക്സൈഡ് മൊത്തം.
നോട്ട് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അല്ലാതെ നമ്മളത് മൊത്തത്തിൽ അറ്റ്മോസ്ഫിയറിലല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കണം. ഇഫ് ദ എർത്ത് വർ മൂവ്ഡ് ഓൺലി എ ലിറ്റിൽ ക്ലോസർ ടു ദ സൺ ദ ടെമ്പറേച്ചർ വുഡ് ഇൻക്രീസ് സ്ലൈറ്റ്ലി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, എർത്ത് കുറച്ചുകൂടെ, നമുക്കറിയാം എർത്ത് മൂവിങ് ആണ്, അപ്പോൾ എർത്ത് കുറച്ചുകൂടെ സണ്ണിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. ദിസ് വുഡ് ഡ്രൈവ് സം ഓഫ് ദ CO2 ഔട്ട് ഓഫ് ദി സർഫസ് റോക്സ് ജനറേറ്റിംഗ് എ സ്ട്രോങ് ഗ്രീൻ ഹൗസ് എഫക്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ് ലൈം സ്റ്റോൺ ആയിട്ട് കുറേ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് ആ ലൈം സ്റ്റോണുകൾക്ക് അല്ലെങ്കിൽ സർഫസ് റോക്സുകളിൽ നിന്നൊക്കെ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ്, കുറച്ചുകൂടെ ആകുമ്പോൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്രീൻ ഹൗസ് എഫക്റ്റും എന്താവും, കൂടുതൽ സ്ട്രോങ്ങർ ആവും. വിച്ച് വുഡ് ഇൻ ടേൺ ഇൻക്രിമെന്റലി ഹീറ്റ് ദ സർഫസ് വാട്ടർ. അപ്പോൾ നമ്മുടെ സർഫസ് എന്ത് ചെയ്യും, കൂടുതൽ ചൂട് പിടിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. എ ഹോട്ടർ സർഫസ് വുഡ് വേപ്പറൈസ് സ്റ്റിൽ മോർ കാർബണേറ്റ്സ് ഇൻ ടു CO2. അപ്പോൾ സർഫസ് ചൂടാവുന്നതനുസരിച്ച് വീണ്ടും എന്ത് സംഭവിക്കും, കൂടുതൽ CO2 അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആൻഡ് ദർ വുഡ് ബി ദ പോസിബിലിറ്റി ഓഫ് എ റൺ അവേ ഗ്രീൻ ഹൗസ് എഫക്ട് ടു വെരി ഹൈ ടെമ്പറേച്ചേഴ്സ്. അങ്ങനെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും, അല്ലെങ്കിൽ വളരെ ഉയർന്ന നിലയിലേക്ക് എന്ത് മാറും, ഹൈ ടെമ്പറേച്ചർ ആയിട്ട് നമ്മുടെ താപനിലയും ഉയർന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദിസ് ഇസ് ജസ്റ്റ് വാട്ട് വി തിങ്ക് ഹാപ്പൻഡ് ഇൻ ദ ഏർലി ഹിസ്റ്ററി ഓഫ് വീനസ്. അപ്പോൾ ഇത് തന്നെയാണ് വീനസിലും സംഭവിച്ചത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് ബിക്കോസ് ഓഫ് വീനസ് പ്രോക്സിമിറ്റി ടു ദ സൺ, വീനസ് സണ്ണിൻ്റെ അടുത്തേക്ക് പോകുന്നതനുസരിച്ച് അവിടെ ടെമ്പറേച്ചർ കൂടുകയും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും വീണ്ടും ആ ഒരു എന്താ പറയുക സർഫസിൻ്റെ ടെമ്പറേച്ചർ കൂടിയിട്ട് ആകെ കൂടെ ഭയങ്കര എന്താ പറയുക വളരെ ഹീറ്റുള്ള ഒരു ഗ്രഹമായിട്ട് നമ്മുടെ വീനസ് മാറിയിട്ടുള്ളത് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ സർഫസ് എൻവയറൺമെന്റ് ഓഫ് വീനസ് ഇസ് വാർണിംഗ്. അപ്പോൾ വീനസിൻ്റെ ആ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്കൊരു വാർണിംഗ് ആണ്. സംതിങ് ഡിസാസ്റ്റർസ് ക്യാൻ ഹാപ്പൻ ടു എ പ്ലാനറ്റ് റാദർ ലൈക്ക് അവർ ഓൺ. നമ്മുടെ പ്ലാനറ്റിനും അതുപോലെ ആവാനുള്ള സിറ്റുവേഷൻ, മനുഷ്യയോഗ്യമല്ലാതെ ചുട്ടുപൊളി നമ്മളൊക്കെ വെന്ത് മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോയേക്കാം. ജസ്റ്റ് എന്തുമാത്രം മതി, നമ്മുടെ അകത്ത് ഒന്ന് എന്താ പറയുക സണ്ണിൻ്റെ അടുത്തേക്ക് കുറച്ചൊന്ന് നീങ്ങിയാൽ മാത്രം മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. The principal energy sources of our present industrial civilization are the so-called fossil fuels. അപ്പോൾ അദ്ദേഹം ഈ പറയാൻ പോകുന്നത് ഫോസിൽ ഫ്യൂവൽസിനെ കുറിച്ചാണ്. We burn wood and oil, coal and natural gas and in the process release waste gases, principally CO2 into the air. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഇന്ധനങ്ങൾ കത്തിക്കുന്നതിൽ കൂടെ, ഓയിൽ, കോൾ, നാച്ചുറൽ ഗ്യാസ് ഒക്കെ കത്തിക്കുന്നതിൽ കൂടെ ഒരുപാട് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എയറിലോട്ട് പോകുന്നുണ്ട്. Consequently, the carbon dioxide content of the Earth's atmosphere is increasing dramatically. അങ്ങനെ അതിൻ്റെ ഒരു അളവ് വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട്. The possibility of a runaway greenhouse effect suggests that we have to be careful. അത്തരത്തിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് കരുതണം, നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ട സിറ്റുവേഷൻ ആണ്. ഈവൻ എ 1 or 2 degree റൈസ് ഇൻ ഗ്ലോബൽ ടെമ്പറേച്ചർ ക്യാൻ ഹാവ് കറ്റാസ്ട്രോഫിക് കോൺസിക്വൻസസ്. ജസ്റ്റ് ഗ്ലോബൽ ടെമ്പറേച്ചറിൽ 1-2 ഡിഗ്രി കൂടിയാൽ പോലും വലിയൊരു ദുരന്തമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. In the burning of coal and oil and gasoline, we are also putting sulfuric acid into the atmosphere. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്ധനങ്ങൾ കത്തുന്നതിൽ കൂടെ സൾഫ്യൂരിക് ആസിഡ് വരെ എവിടേക്ക് പോകുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ലൈക്ക് വീനസ്, our stratosphere even now has a substantial mist of tiny sulfuric acid droplets. Our major cities are polluted with noxious molecules. We do not understand the long-term effects of our course of action. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലും ഈ പറഞ്ഞ പോലെ വിഷമയമായിട്ടുള്ള മോളിക്യൂൾസും അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിൻ്റെ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക തുള്ളികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം പല സ്ഥലങ്ങളിലും അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമാണ്, മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുടെയും എഫക്റ്റ്, ആഫ്റ്റർ എഫക്റ്റ്, പരിണത ഫലം എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ടാണ്. നമ്മൾ ജസ്റ്റ് ഒരു ദിവസത്തെ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൻ്റെ എഫക്റ്റ്, പരിണത ഫലം വരാൻ പോകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് മൊത്തത്തിലായിരിക്കും. But we have also been perturbing the climate in the opposite sense. പക്ഷെ നമ്മളവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ വീണ്ടും നമ്മുടെ ക്ലൈമറ്റിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. For hundreds of thousands of years, human beings have been burning and cutting down forests and encouraging domestic animals to graze on and destroy grasslands. അപ്പോൾ ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ലാൻഡ് യൂസിനെ കുറിച്ചാണ് കേട്ടോ, ഭൂമി നമ്മൾ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബേണിംഗ് ആൻഡ് കട്ടിങ് ഡൗൺ ഫോറസ്റ്റ്സ്, നമ്മൾ കാടുകൾ വനനശീകരണത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് എൻകറേജിങ് ഡൊമസ്റ്റിക് അനിമൽസ് ടു ഗ്രേസ് ഓൺ ആൻഡ് ഡിസ്ട്രോയ് ഗ്രാസ് ലാൻഡ്സ്. മാക്സിമം എന്താ പറയുക, നമ്മൾ പശുക്കൾ പോലത്തെ കന്നുകാലികളെയൊക്കെ വളർത്തിയിട്ട് മാക്സിമം പുൽമേടുകളൊക്കെ തീറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ ട്രോപ്പിക്കൽ ഡിഫോറസ്റ്റേഷൻ ആൻഡ് ഓവർ ഗ്രേസിംഗ് ആർ റാമ്പന്റ് ടുഡേ. സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരു
സ്ഥലം കൃഷി ചെയ്യുന്നതിന് മുന്നേട്ട് അവിടെ ഫുള്ള് ചെടികളൊക്കെ വെട്ടി നിരത്തി അതിന് തീയിട്ടിട്ട് ആ രാഷ് കൂടുതൽ ആ മണ്ണിനെ ബലഭൂഷ്ടിയാക്കുമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു മണ്ണിൽ വീണ്ടും അടുത്ത കൃഷി ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും കൃഷി ചെയ്യുമ്പോഴേക്കും വീണ്ടും അത് അവിടെ അറ്റ് പ്രസന്റ് ഉള്ള ചെടികൾ ഫുള്ള് വെട്ടി നശിപ്പിച്ച് കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവിടെയുള്ള കീടങ്ങളും കാര്യങ്ങളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും. മണ്ണ് കൂടുതൽ ആ ഒരു ആഷൊക്കെ വീണ്ടും ഒന്നും കൂടി നന്നായിരിക്കും എന്നുള്ളൊരു ഐഡിയ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയും അതേപോലെ തന്നെ എന്താ പറയുക ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, അതേപോലെ തന്നെ ഈ കന്നുകാലികളെ അമിതമായിട്ട് തീറ്റാൻ വിട്ടിട്ട് ഇത്തരത്തിലുള്ള പുൽമേടുകളൊക്കെ നശിപ്പിച്ച് കളയുന്ന പ്രോസസ്സൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഫോറസ്റ്റ് ആർ ഡാർക്കർ ദാൻ ഗ്രാസ് ലാൻഡ്സ് ആൻഡ് ഗ്രാസ് ലാൻഡ്സ് ആർ ഡാർക്കർ ദാൻ ഡെസേർട്സ്. ഇപ്പോഴത്തെ അവസ്ഥ എന്തായി മാറിയിരിക്കുകയാണ്? ഡെസേർട്ടിനേക്കാൾ ഡാർക്കർ ആയിട്ടാണ് ഗ്രാസ് ലാൻഡ്സിനേക്കാൾ ഡാർക്കർ ആയിട്ടാണ് ഫോറസ്റ്റുകൾ എന്നുള്ള സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആസ് എ കോൺസിക്വൻസ് ദ എമൗണ്ട് ഓഫ് സൺലൈറ്റ് ദാറ്റ് ഇസ് അബ്സോർബ്ഡ് ബൈ ദി ഗ്രൗണ്ട് ഹാസ് ബീൻ ഡിക്ലൈനിങ് ആൻഡ് ബൈ ചേഞ്ചസ് ഇൻ ദ ലാൻഡ് യൂസ് വി ആർ ലോവർ ഇൻ ദ സർഫസ് ടെമ്പറേച്ചർ ഓഫ് അവർ പ്ലാന്റ്. അപ്പം നമ്മൾ ഭൂമി അങ്ങോട്ട് ഒഴിഞ്ഞ് കിടക്കുന്നില്ല. ഭൂമി ഒഴിഞ്ഞ് തുറസായി കിടക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് സൂര്യപ്രകാശം ഡയറക്റ്റ് പതിച്ചിട്ട് സർഫസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുകയുള്ളൂ. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം 1 ഇഞ്ച് ഭൂമി പോലും നമ്മൾ വെറുതെ വിടുന്നില്ല. ഒക്കെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, എല്ലാ സ്ഥലങ്ങളും ഒരു സ്ഥലം നമ്മൾ വേക്കൻ്റ് ആക്കി വിടുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ സർഫസിന് ടെമ്പറേച്ചർ കൂടാനുള്ളൊരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കണില്ല. അതുകൊണ്ട് തന്നെ സർഫസ് ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്ലാനറ്റിൻ്റെ. അതായത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, പക്ഷേ സർഫസ് ഭൂമിയുടെ ഉപരിതലത്തിന് ചൂടാവാൻ നമ്മൾ ഗ്യാപ്പ് കൊടുക്കണില്ല എന്നാണ് പറയുന്നത്. Might this cooling increase the size of the polar ice cap, which because it is bright will reflect still more sunlight from the earth, further cooling the planet, driving a runaway albedo effect. അപ്പോൾ ഇത്തരത്തിൽ സർഫസിന് ചൂടാവാനുള്ള സിറ്റുവേഷൻ വരാത്തത് കൊണ്ട് തന്നെ എർത്തിൻ്റെ സർഫസ് ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് അത് കൂടുതൽ എന്താവുകയാണ്, കൂളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് പോളാർ ഐസ് ക്യാപ്പ് ഓൾറെഡി ഐസ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയും വീണ്ടും ഒന്നും കൂടി ഫ്രീസ് ആവുകയും ഒന്നുകൂടെ സ്ട്രോങ് ആവും. ആ ഐസൊക്കെ നല്ലോണം സ്ട്രോങ് ആയി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എർത്തിലേക്ക് വരുന്ന സൂര്യരശ്മികളെ റിഫ്ലക്ട് ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യാനുള്ള കഴിവ് കൂടുതലായി പോകും. അപ്പോൾ തീരെയും എന്ത് ചെയ്യില്ല, ടെമ്പറേച്ചർ നമ്മുടെ എർത്തിലോട്ട് ആഗിരണം ചെയ്യപ്പെടാം അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്ന തരത്തിലേക്ക് യാതൊന്നും സംഭവിക്കാതെ വരുന്ന ഹീറ്റ് ഫുൾ എന്ത് ചെയ്യും, തിരിച്ച് ഈ ഐസിലായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബിൽഡിങ്സ് കാര്യങ്ങൾ അതിലൊക്കെ ആയിക്കോട്ടെ തട്ടിയിട്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആൽബഡോ എഫക്റ്റ് എന്നുള്ളത് പറയുന്നത് ഇതാണ്, നേരെ തിരിച്ച് വിടുന്ന അതായത് വന്ന് പ്രതിഫലിച്ച് തിരിച്ചു പോകുന്നത്, അതായത് ആഗിരണം ചെയ്യപ്പെടാതെ തിരിച്ച് സണ്ണിലേക്ക് തന്നെ പോകുന്ന ഒരു പ്രതിഭാസത്തിനാണ് ആൽബഡോ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടി വരും എന്നാണ് പറയുന്നത്. ഒന്നും നമുക്ക് ആഗിരണം ചെയ്യാൻ ഇല്ലാണ്ട് എല്ലാ ടെമ്പറേച്ചറും തിരിച്ചു പോകും. മാത്രമല്ല നമ്മൾ എന്തായാലും മാറും, അറ്റ്മോസ്ഫിയർ അല്ല ഒരു പ്രതലത്തിന് മൊത്തത്തിലുള്ള ഭൗമോപരിതലം എന്തായി മാറും, കൂടുതൽ തണുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. Our lovely blue planet, the Earth, is the only home we know. നമുക്കറിയാം എർത്തിൽ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. വീനസ് ഇസ് ടു ഹോട്ട്, വീനസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ചൂടാണ്. മാർസ് ഇസ് ടു കോൾഡ്, മാർസ് ആണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. ബട്ട് ദ എർത്ത് ഇസ് ജസ്റ്റ് റൈറ്റ് എ ഹെവൻ ഫോർ ഹ്യൂമൻസ്. എർത്ത് എന്ന് പറയുന്നത് നമുക്ക് വളരെ സെറ്റായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. After all, we evolved here, but our congenial climate may be unstable. പക്ഷെ നമ്മുടെ ക്ലൈമറ്റ് ഇപ്പോൾ എന്തായിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ അൺസ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. We are perturbing our poor planet in serious and contradictory ways. നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ക്ലൈമറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്ലാനറ്റിനെ. Is there any danger of driving the environment of the Earth toward the planetary hell of Venus or the global ice age of Mars? അപ്പോൾ നമ്മളായിട്ട് തന്നെ ഇങ്ങനെ വീനസിൻ്റെ ചൂടുള്ള ഒരു സിറ്റുവേഷനിലേക്കോ അല്ലെങ്കിൽ മാർസിൻ്റെ ആ തണുത്തുറഞ്ഞു പോയ സിറ്റുവേഷനിലേക്കോ നമ്മളായിട്ട് തന്നെ നമ്മുടെ ഇത്രയും നല്ലൊരു ഭൂമിയെ തള്ളിവിടേണ്ടതായിട്ടുണ്ടോ? The simple answer is that nobody knows. The study of the global climate, the comparison of the Earth with other worlds are subjects in their earlier stages of development. അപ്പോൾ ഇത്തരത്തിൽ ഗ്ലോബൽ ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കുക, അതേപോലെ തന്നെ കമ്പാരിസൺസ് നടത്തുക, ഇതൊക്കെയും എന്താണ് ആ ഒരു ഏർലിയസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ദേ ആർ ഫീൽഡ്സ് ദാറ്റ് ആർ പോർലി ആൻഡ് ഗ്രഡ്ജിംഗ്ലി ഫണ്ടഡ്. അതിൽ നമ്മൾ ഒത്തിരി ഒന്നും ഫണ്ട് ഇറക്കിയിട്ട് നമ്മൾ കൂടുതൽ ഗവേഷണങ്ങൾ നടത്താൻ പോലും റെഡിയാവുന്നില്ല. ഇൻ അവർ ഇഗ്നറൻസ് വി കണ്ടിന്യൂ ടു പുഷ് ആൻഡ് പുൾ ടു പൊല്യൂട്ട് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്രൈറ്റൻ ദ ലാൻഡ്. നമ്മളിപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒബ്ലീവിയസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ ലോങ് ടേം കോൺസിക്വൻസസ് ആർ ലാർജ്ലി അൺനോൺ. നമ്മളവിടെ എന്ത് മനസ്സിലാക്കണില്ല, നമ്മളിപ്പോൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെയും അത്രയും വലിയ പ്രശ്നമായിട്ട് അത്രയും ദീർഘകാലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പരിണത ഫലങ്ങൾ മാറാൻ പോകുന്നത് എന്ന് ആലോചിക്കാനുള്ള ബോധം നമുക്ക് ഉണ്ടാവണില്ല. A few million years ago, when human beings first evolved on Earth, it was already a middle-aged world. അപ്പം നമ്മൾ മനുഷ്യന്മാരുടെ ഉൽപ്പത്തി ഉണ്ടായ സമയത്തൊക്കെ നമ്മുടെ വേൾഡ് എന്ന് പറയുന്നൊരു മിഡിൽ ഏജ്ഡ് ആയിരുന്നു. 4.6 billion
ബില്യൺ ഇയേഴ്സ് അലോങ് ഫ്രം ദ കറ്റാസ്ട്രോഫീസ് ആൻഡ് ഇമ്പറ്റ്യൂരിറ്റീസ് ഓഫ് ഇറ്റ്സ് യൂത്ത്. ഒരു 4.6 ബില്യൺ ഇയേഴ്സ് ഒക്കെയാണ് ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് വി ഹ്യൂമൻസ് നൗ റെപ്രസെന്റ് എ ന്യൂ ആൻഡ് പെർഹാപ്സ് ഡിസൈസീവ് ഫാക്ടർ. Our intelligence and our technology have given us the power to affect the climate. നമ്മുടെ കഴിവും നമ്മുടെ ബുദ്ധിസാമർത്ഥ്യമൊക്കെ നമ്മളിപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ക്ലൈമറ്റിനെ ബാധിക്കുന്ന രീതിയിൽ, പ്രശ്നമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൗ വിൽ വി യൂസ് ദിസ് പവർ? നമ്മൾ ശരിക്കും എങ്ങനെയാണ് നമ്മുടെ പവർ യൂസ് ചെയ്യേണ്ടത്? ആർ വി വില്ലിംഗ് ടു ടോളറേറ്റ് ഇഗ്നറൻസ് ആൻഡ് കോംപ്ലിക്കൻസീസ് ഇൻ മാറ്റേഴ്സ് ദാറ്റ് എഫക്ട് ദ എൻറ്റയർ ഹ്യൂമൻ ഫാമിലി? മൊത്തം ഹ്യൂമൻ ഫാമിലിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണോ നമ്മൾ നമ്മുടെ പവർ യൂസ് ചെയ്യേണ്ടത്? ഡു വി വാല്യൂ ഷോർട്ട് ടേം അഡ്വാൻറ്റേജസ് എബൌട്ട് ദ വെൽഫെയർ ഓഫ് ദ എർത്ത്? എർത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്ഷേമത്തിന് ഉപരിയായിട്ട് നമ്മുടെ തൽക്കാലത്തേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഓർ വിൽ വി തിങ്ക് അവർ ലോങ്ങർ ടൈം സ്കെയിൽസ് വിത്ത് കൺസേൺ ഫോർ അവർ ചിൽഡ്രൻ ആൻഡ് അവർ ഗ്രാൻഡ് ചിൽഡ്രൻ? അത് നമ്മുടെ മക്കളും നമ്മുടെ പേരക്കുട്ടികളൊക്കെ ജീവിക്കേണ്ട ഭൂമിയല്ലേ എന്നാലോചിച്ചിട്ട് അതിൻ്റെ പരിണിത ഫലങ്ങളെ കുറിച്ചിട്ട് എന്താ പറയുക അവെയർ ആയിരിക്കുന്ന സിറ്റുവേഷനിലാണോ നമ്മൾ നിൽക്കേണ്ടത്? ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രൊട്ടക്ട് ദ കോംപ്ലക്സ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസ് ഓഫ് അവർ പ്ലാനറ്റ്. നമ്മുടെ ഡ്യൂട്ടി തന്നെയല്ലേ നമ്മുടെ പ്ലാനറ്റിലുള്ള എല്ലാ സിസ്റ്റംസിനെയും അല്ലാന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മനസ്സിലാക്കുകയും സപ്പോർട്ട് ചെയ്യും, എന്നിട്ട് ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? ദ എർത്ത് ഈസ് എ ടൈനി ആൻഡ് ഫ്രജൈൽ വേൾഡ്, ഇറ്റ് നീഡ്സ് ടു ബി ചെറിഷ്ഡ്. എർത്ത് എന്ന് പറയുന്നത് വളരെ ചെറിയ, മറ്റുള്ള പല എന്താ പറയുക നമ്മുടെ യൂണിവേഴ്സിലുള്ള പല ഭാഗങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ചെറിയ, അതേപോലെ തന്നെ വീക്കായിട്ടുള്ളൊരു വേൾഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനെ ടേക്ക് കെയർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ വെറുതെ എല്ലാം നശിപ്പിക്കാനും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതല്ല, അതിൻ്റെ എന്താണ് ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കി നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് അതിനെ എന്താ പറയുക സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തേണ്ട ആ ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്ക് ഉണ്ടെന്നാണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത്. താങ്ക്